എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് 181-ാമത്തെയാണ്. അതായത് ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 31-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ 9-ാമത്തെ അധ്യായത്തിൽ ഫസ്റ്റ് ഹാഫ് ചെയ്യും. അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ഹാഫ്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിൻ്റെയും ലെങ്ത് അത്രയേ ഉള്ളൂ. അപ്പം ഒരു ചാപ്റ്ററിനെ 2 വീഡിയോ ആക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ. അത്രയേ ഉള്ളൂ. വലിയ ലെങ്തി ആയിട്ടൊന്നും പോകുന്ന ചാപ്റ്റേഴ്സ് അല്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ലൈനും വളരെ മഹത്വമായിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഓരോ വാക്യം, ഓരോ ലൈൻ ഇവിടെ ബുക്കിൽ എഴുതിയതും അത്രയ്ക്ക് വാല്യുബിളാണ്. ഓക്കെ, സോ നമ്മളും അത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇപ്പം ഈ 9-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം ഒന്ന് ചിരിക്കുന്നുണ്ട്. മാഡം അല്ലെങ്കിൽ ടീച്ചറെ, ഏത് ചാപ്റ്ററാണ് ടീച്ചർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും അത്രയും വാല്യുബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബുക്കിനെ തന്നെ ബുക്ക് റിവ്യൂവിന് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കത്തില്ല. ഇതിനകത്തുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തിച്ചേരേണ്ടതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ലോകത്ത് വന്നത് കഷ്ടപ്പെടാനും കരയാനും നരഹിക്കാനും അല്ല. നമ്മളുടെ കർമ്മനെ തീർക്കാൻ വേണ്ടി വന്നു. സത്യം തന്നെ, ഇല്ല എന്നല്ല. എന്ന് വിചാരിച്ചേ നമുക്ക് കാശ് വേണം, സക്സസ് വേണം, ഹാപ്പിനെസ് വേണം, 4 പേരുടെ കൂട്ട് നമ്മളും അന്തസ്സായിട്ട് ജീവിക്കണം, ഇല്ലയോ? എൻ്റെ കർമ്മം അങ്ങനായിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ മുടങ്ങിക്കിടന്ന് കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതല്ല നമ്മളുടെ ജീവിതം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരുടെ കൂട്ടും നമ്മളും സന്തോഷമായിട്ട് ജീവിക്കണം, സ്മാർട്ടായിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം. ഇതിനെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാശ് വേണം. കാശില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഒരു 90% പ്രശ്നങ്ങൾ തീർക്കാൻ കാശാണ് ആവശ്യം. അതിന് പുറമെ എത്രയോ കോടികൾ കാശുള്ള ഫാമിലീസിലും പ്രശ്നങ്ങളുണ്ട്. അത് വേറെ, അതാണ് 10%. 90% നമ്മളുടെ സാധാരണപ്പെട്ട ആവറേജ് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരണമെങ്കിൽ കാശ് വേണം. അതിനും മീതെ, എല്ലാത്തിനും മീതെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ, പടച്ചോൻ എന്ന് പറയുന്നില്ലേ, പടച്ചോൻ്റെ ഗ്രേസ്, അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. കോടികളിട്ട് തറയിലിട്ട് അല്ലെങ്കിൽ കട്ടിലിട്ട് അതിൻ്റെ മീതെ കിടക്കാം. നേരത്തെ എത്രയോ വർഷത്തിന് മുമ്പേ കണ്ടു ഒരാൾ, പേരെല്ലാം മറന്നുപോയി, മരിച്ചുപോയി. പക്ഷേ എന്തോ അസുഖം വന്നാണ് മരിച്ചത്. അതെല്ലാം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ നെഞ്ചത്തൊട്ട ഒരു കാര്യം, അങ്ങേര് കഞ്ചാവ് അടിക്കുന്ന ഏതോ കൂട്ടത്തിലാണ്. 500 രൂപയുടെ നോട്ടിൽ ഇത് പുകയിലയോ എന്തോ വെച്ച് മടക്കിയാണ് വലിക്കുന്നത്. 500 രൂപയുടെ നോട്ടിൽ. അപ്പം എത്ര കാശുണ്ടെങ്കിൽ അതപ്പതിച്ച ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ തോന്നും. ആലോചിച്ച് നോക്കി. എനിക്ക് ആ ഒരു പോയിൻ്റ് മാത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെയും തോന്നുമോ? കാശുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിച്ച് ഇങ്ങനെയും തോന്നുമോ എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പറിലും കണ്ട് വായിച്ചതാ. അക്കാലത്ത് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു 10-20-25 വർഷത്തിന് മുമ്പേ നടന്ന കഥയാണ് പറയുക. അപ്പോൾ നമുക്ക് അങ്ങനൊന്നും നമുക്ക് ചെയ്ത് അനാവശ്യമായിട്ട് കളയാനൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിന് കാശ് വേണം. അപ്പം ഇതിൽ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഹൗ ടു യൂസ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർ വെൽത്ത് എന്ന് വെച്ചാൽ പണം. അപ്പം നേരത്തെ നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമാണ്
അതെന്തുവാ? ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ്. അടുത്തത് വെൽത്ത് ഈസ് വെൽത്ത്. ഞാനിപ്പോൾ ഉണ്ടാക്കുക ഒരു പുതിയ ചൊല്ല്, വെൽത്ത് ഈസ് വെൽത്ത്. വെൽത്ത് വേണം. വെൽത്ത് എന്ന് വെച്ചാൽ പണം വേണം. അപ്പോൾ ഹെൽത്തും ഉണ്ടായി, ആദ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം, പിന്നെ ഹെൽത്ത്, പിന്നെ വെൽത്ത്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മളാണ് രാജാവ്. ആരെയും പേടിക്കണ്ട. ഓക്കെ, നമ്മുടെ മനസാക്ഷിയെ പേടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സുഖമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാം. അതിനെന്തെങ്കിലും വഴി ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും വളരെ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ നിങ്ങളോട് പങ്കിടുന്നത്. എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഹാപ്പിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എൻ്റെ മുന്നിലുണ്ട്. ഇത് വെൽത്ത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് സ്പിരിച്വാലിറ്റിയിൽ പോകുമ്പം വെൽത്ത് വേണ്ട. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിക്കാണ് ഇപ്പം കൂടുതൽ ചിലവ്. ഞാൻ എത്ര ലക്ഷങ്ങളാണ് ഇപ്പം പൊടിച്ചിട്ടുള്ളത്. പോകാനും വരാനും അവിടെ ദക്ഷിണ കൊടുക്കാനും അവിടുത്തെ ചിലവും കാര്യങ്ങളും ഒക്കെ. വെളിയിലിറങ്ങിയ ചിലവാണ്. ചിലവിന് പൈസ വേണം. കാശിന് കാശ് തന്നെ വേണം. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ ഈ ഒരു സാധാരണപ്പെട്ട ജോലിയിലിരിക്കുന്നു. ആവറേജ് ഫാമിലിയാണ്. 1-ാം തീയതി തൊട്ടും 20-ാം തീയതി വരെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പോകും. പിന്നെ 20 തൊട്ട് 25, 20, 30 വരെ ഇങ്ങനെ കാത്തിരിക്കും അടുത്ത ശമ്പളത്തിന് വേണ്ടി. അങ്ങനത്തെ ജീവിതം ജീവിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലി. മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ അതിലെ അപ്പർ മിഡിൽ ക്ലാസ്സൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലീസിലൊക്കെ നോക്കുമ്പം അവർക്ക് എന്താ കാശിന് ഇത്രയും ബുദ്ധിമുട്ട് എന്ന് നോക്കിയാൽ അവർക്ക് അവരുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല കാശ് വേണം, എൻ്റെ ചിലവുകൾക്കെല്ലാം ഉള്ള പൈസ വേണം, അതിനു പുറമെ ദാനധർമ്മം ചെയ്യാനും ഉള്ള പൈസ എനിക്ക് വേണം, ഞാൻ ഉണ്ടാക്കണം എന്ന് ഇതുവരെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് മിണ്ടാണ്ടിരിക്കുക. അതാണ് അതിൻ്റെ സത്യം. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് പാരമ്പര്യമായിട്ട് കാശുണ്ട്, ചിലർക്ക് പകുതിയിൽ കാശുണ്ടാകും, ചിലർക്ക് വയസ്സായ കാലത്തായിരിക്കും കാശ്, ചിലർ കാശേ കാണാതെ ജനിച്ച് മരിക്കും. അങ്ങനെ ലോകം പലവിധം എന്ന് പറയുന്ന മാതിരി ആൾക്കാർ പലവിധം, ആൾക്കാരുടെ ജീവിതം പല രീതിയിലാണ്. ഓക്കെ, അപ്പം ചിലരുണ്ട് ഇപ്പോഴൊക്കെ ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക്. കുറച്ച് നാളായിട്ടേ ഉണ്ട് ഇത്. മുമ്പൊക്കെ ഇപ്പം ഞാനൊക്കെ കൊച്ചായിരുന്നപ്പം ഹാർഡ് വർക്ക് ചെയ്യണം, കഷ്ടപ്പെട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം, കഷ്ടപ്പെട്ട് ജീവിക്കണം, കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണം, അപ്പോഴേ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഒക്കത്തുള്ളൂ എന്നൊക്കെയാണ് എനിക്കൊക്കെ പറഞ്ഞു തന്നത്. അപ്പോഴത്തെ സംസാരം അങ്ങനായിരുന്നു ഞാനൊക്കെ സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന ഘട്ടത്തിൽ. ഇപ്പം അങ്ങനല്ല. ഇപ്പം എല്ലാവർക്കും സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്ക് വേണ്ട. ഇവിടെ ഈ വരുന്ന എൻ്റെ അടുത്ത തലമുറയ്ക്ക്, അതായത് എൻ്റെ മക്കളുടെ തലമുറയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആർക്കും ഹാർഡ് വർക്ക് ചെയ്യണ്ട. അവർക്ക് സുളുവിലെല്ലാം നടക്കണം, എല്ലാത്തിനും ഷോർട്ട് കട്ട് വേണം. അപ്പം ഞാനൊക്കെ പഠിച്ചപ്പം ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത്. പക്ഷേ ഇപ്പം ജനിക്കുമ്പോഴേ ഷോർട്ട് കട്ട് ഏതാ എന്നാണ് ആലോചിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് മതി. ചെയ്തോ, സ്മാർട്ട് വർക്ക് ചെയ്താലും കാശുണ്ടാക്കാൻ പറ്റി, നല്ല രീതിയിൽ ജീവിക്കാൻ അറിഞ്ഞാൽ അത് മതി. ഓക്കെ, അപ്പം ഈ ഓത്തർ നമ്മുടെ ജോസഫ് മർഫി പറയുന്നത് ലോസ് ഏഞ്ചലസ് എന്നുള്ള ഒരു സ്ഥലത്ത് ഒരാളിന് $75,000 ഒരു വർഷത്തെ ശമ്പളം. ഓക്കെ, അപ്പം അങ്ങേരുടെ അടുത്ത് ഇദ്ദേഹം ജോസഫ് മർഫി ചോദിച്ചെന്ന്,
അങ്ങേര് ഇയാൾ ഈ ലോസ് ഏഞ്ചൽസിൽ $75,000 പെർ ഇയർ ശമ്പളം വാങ്ങിക്കുന്ന ആൾ 9 മാസം ലീവ് ഇട്ടുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയി വേൾഡ് ടൂർ അടിച്ചു. ഓക്കെ, വേൾഡ് ടൂർ അടിച്ച് ആസ്വദിച്ചിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമ്മളുടെ ഓത്തർ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? 9 മാസമൊക്കെ ജോലി ചെയ്യാതെ അല്ലെങ്കിൽ ടു സ്റ്റേ അവേ ഫ്രം ജോബ്, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പം പറയുക, ഞാൻ എൻ്റെ ഉപബോധ മനസ്സിനെ നല്ലപോലെ ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും മണി എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഒരു വർഷത്തെ $75,000 കിട്ടാനുള്ള അർഹത ഉണ്ട്, എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചുകൊണ്ട് എനിക്കതിപ്പോൾ കിട്ടുന്നു, അതുകൊണ്ട് ഞാൻ ജോളിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെന്ന്. അതിന് പുറമേ അങ്ങേര് പറഞ്ഞു പോലും എൻ്റെ ഓഫീസിൽ തന്നെ മാസം $100 വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരുപാട് കുറഞ്ഞ സാലറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അതിൽ ബ്യൂട്ടി എന്തുവാന്ന് വെച്ചാൽ എന്നെക്കാട്ടിലും കാര്യങ്ങൾ അവർക്കറിയാം, എന്നെക്കാട്ടിലും അവർക്ക് ബുദ്ധിയുണ്ട്, എന്നെക്കാട്ടിലും അവർക്ക് കാര്യങ്ങളറിയാം. ആ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷെ അവർ ആ അടിത്തട്ടിലേ ഉള്ളൂ, അവർ എൻ്റെ ലെവലിന് ഉയർന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉയരണമെന്ന് ഒരു ആഗ്രഹമില്ല. നല്ലപോലെ ജോലി ചെയ്യുന്നാലും എനിക്ക് ഉയരണം, കൂടുതൽ ശമ്പളം കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, ഞാൻ 4 ഇടത്ത് ചുറ്റി കാണണം, വേൾഡ് ടൂർ അടിക്കണം, വെക്കേഷനിൽ എൻ്റെ ഫാമിലിയോടെയും വിളിച്ചുകൊണ്ട് എനിക്ക് ടൂർ അടിക്കണം, പല സ്ഥലങ്ങൾ പോകണം. അങ്ങനെയൊക്കെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പം അവരിങ്ങനെ ഈ വീല് ചുറ്റുന്ന പോലെ തിരിച്ചും ഇങ്ങനെ കറങ്ങി അവർ ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, വീട്ടിൽ പോവുക, വെച്ച് കുടിക്കുക, കഴിക്കുക, അടുത്ത ദിവസം അതേ തന്നെ. അവർക്ക് ആംബിഷൻ ഇല്ല. അതുമാത്രമല്ല, ആംബിഷൻ ഇല്ലാത്തതിന് മെയിൻ കാരണം അവനോൻ്റെ കയ്യിലുള്ള ഒരു വസ്തുവാണ് ഈ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ പവർ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ ഈ ചെക്കുമാട് പോലെ ചുറ്റി വരുന്നു എന്നല്ലാതെ അവർക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ഉപബോധ മനസ്സിനെക്കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. അതിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രയും ശമ്പളം വേണമെന്ന്, എനിക്ക് കിട്ടി, ഞാൻ എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞെന്ന്. അപ്പം ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഓക്കെ, അപ്പം ഈ വാങ്ങിച്ച സാലറിയെ വാങ്ങിച്ചുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ, 15 വർഷം കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടുമോ, ഞാൻ ക്ലാർക്കായിട്ട് LDC ആയിട്ട് റിട്ടയർ ആകണോ, അല്ല UDC ആയി റിട്ടയർ ആകാൻ പറ്റുമോ എന്നൊക്കെ ഒരു സാമട്ടിലിരുന്ന് ഒരു ആഗ്രഹവും ഇല്ലാതെ അവരവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വില അറിയാതെ ജീവിക്കുന്നവർ എപ്പോഴും അങ്ങനെ അടിത്തട്ടി തന്നെ കിടക്കും. അതാണ് നമ്മൾ അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കണമെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് ചെയ്യണമെന്നും മനസ്സിലായി കാണും. ഉടനെ ചെയ്യുക. ഓക്കെ, അതുമാത്രമല്ല, മെൻറ്റാലിറ്റി വെൽത്ത്, അതായത് ഈ വെൽത്ത് എന്ന് പറയുന്നത് പണം. നമ്മൾ വെറുതെ ഐ എം എ മില്യനയർ, ഞാൻ കോടീശ്വരനാണ്, ഞാൻ ലക്ഷാധിപതിയാണ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷാധിപതി ആവത്തില്ല, കോടീശ്വരനാവത്തില്ല, മില്യനർ ആവത്തില്ല. നമ്മളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടി നമ്മളും പാടുപെടണം. അത് ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്കോ ഏതെങ്കിലും വർക്കൊക്കെ ചെയ്യണം. ചുമ്മാതിരുന്നുകൊണ്ട് ഉപബോധ മനസ്സിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഓക്കെ, അപ്പം ഇതാണ് സത്യത്തിൽ ഈ പണക്കാരനും പണമുള്ളവനും പണമില്ലാത്തവനുമുള്ള വ്യത്യാസം. അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്.
അതുമാത്രമല്ല, നമ്മളുടെ വേർഡ്സ്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിന് ഭയങ്കരമായിട്ട് ശക്തിയുണ്ട്. അപ്പം എനിക്കൊന്നും ഇത്രയും പൈസ ഉണ്ടാക്കാൻ ഒക്കത്തില്ലപ്പാ, എനിക്ക് ഇത്രയും പൈസ വന്നാലേ എനിക്ക് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ, എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് വയ്യ, എനിക്ക് കാശൊന്നുമില്ല, എനിക്ക് ഇത്രയേ ഒക്കത്തുള്ളൂ. ഈ സംസാരം പറഞ്ഞ് തന്നെയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഓക്കെ, അതൊരു കാര്യം. അപ്പം ഐ നീഡ് വെൽത്ത് ആൻഡ് സക്സസ്. ഐ നീഡ് വെൽത്ത് ആൻഡ് സക്സസ്. വെൽത്ത് എന്ന് വെച്ചാൽ കാശ്, പണം. സക്സസ് എന്ന് വെച്ചാൽ വിജയിക്കണം. ഏത് കാര്യം എടുത്താലും ഞാൻ അതിൽ വിജയിക്കണം. അപ്പം എനിക്ക് പണം വേണം. ഞാൻ ആ പണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ബിസിനസ്സിൽ വിജയിക്കണ്ടേ, ഇട്ട പണം ഡബിളായിട്ട് തിരിച്ചെടുക്കണ്ടേ. അപ്പോൾ സക്സസ്, വെൽത്തും വേണം, സക്സസ്സും വേണം. അപ്പം ഇത് റിപ്പീറ്റ് ഫോർ 5 minutes ടു യുവർ സെൽഫ് 3 to 4 times a day. ഇതാണ് എന്തോ റിപ്പീറ്റ് ചെയ്യണം, വെൽത്ത്, സക്സസ്. ഈ 2 വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, വെൽത്തും സക്സസ്സും. ഓക്കെ, വെൽത്ത്, സക്സസ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഗ്രേസ്, ഹെൽത്ത്, വെൽത്ത് ആൻഡ് സക്സസ് ഇതേ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടുന്ന ആ അനുഗ്രഹം ഉണ്ടല്ലോ, ഗ്രേസ്, അതില്ലെങ്കിൽ ഹെൽത്തും ഇല്ല, വെൽത്തും ഇല്ല, സക്സസ്സും ഇല്ല. അപ്പം ഓർഡർ അനുസരിച്ച് വരുവാണെങ്കിൽ ഗ്രേസ്, ഹെൽത്ത്, വെൽത്ത് ആൻഡ് സക്സസ്, ഇത് 4 നമുക്ക് വേണം. അപ്പം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പേയും ഉണർന്നേ പിന്നീടും ഇടയ്ക്ക് 1-2 പ്രാവശ്യം, ഉച്ചയ്ക്കും വൈകുന്നേരം വിളക്ക് എത്തിക്കുമ്പോഴോ എന്തെങ്കിലും പൂജ ചെയ്യുമ്പോഴോ, വെൽത്ത്, ഗ്രേസ്, ഹെൽത്ത്, വെൽത്ത്, സക്സസ്. ഇവിടെ ഈ ബുക്കിൽ വെൽത്തും സക്സസ്സുമേ ഇട്ടിട്ടുള്ളൂ. ഗ്രേസും ഹെൽത്തും ഞാൻ ചേർത്തതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മഹത്വം എന്തുവാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ്. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അകത്ത് കയറി നമ്മളെ നേരെയാക്കും. ഓക്കെ, അപ്പം ഇതിൽ എഴുതിയിരിക്കുന്ന നോക്കണം, ദ ഫീലിംഗ് ഓഫ് വെൽത്ത് പ്രൊഡ്യൂസസ് വെൽത്ത്. അതായത് ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഐ എം ഓൾറെഡി ഇൻ വെൽത്ത് കോൺഷ്യസ്നെസ്. ഐ ആം ഓൾറെഡി ഇൻ വെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓരോ മോഡില്ലയോ, എയർപ്ലെയിൻ മോഡ്, സൈലൻസ് മോഡ്, വൈബ്രേഷൻ മോഡ് എന്ന് പറയുന്ന മോഡ്, അതുപോലെ ഈ വെൽത്ത് കോൺഷ്യസ്നെസ് വെൽത്ത് മോഡിലിരിക്കണം. ആ വെൽത്ത് മോഡിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വെൽത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ചിലരുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കയ്യിൽ കാശുണ്ടെങ്കിലും ഭയങ്കര ചിലവ് ചെയ്യാൻ മടിയായിരിക്കും. ചിലർക്ക് കാശ് ഇല്ലെങ്കിൽ എനിക്ക് കാശില്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇല്ല എന്നുള്ള വാക്കായിരിക്കും. എനിക്കതിന് കാശില്ലപ്പാ, എനിക്കിതിന് കാശില്ല, എനിക്കത് വാങ്ങിക്കാൻ കാശില്ല, ഇത് വാങ്ങിക്കാൻ, അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ തന്നെ കൂടുതൽ ദാരിദ്ര്യമായിരിക്കും നമ്മളെ വന്ന് ചേരുന്നത്. എനിക്കുണ്ട്. ഇപ്പം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പഠിക്കണം. അത് എങ്ങനെയെങ്കിലും വന്ന് ചേരും. പണം നമുക്ക് എങ്ങനെയെങ്കിലും വന്ന് ചേരും. അതിൻ്റെ പേരാണ് വെൽത്ത് കോൺഷ്യസ്നെസ്. എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, ഞാനെങ്ങനെ പോകും, ഞാൻ ഈ ടൂറിനൊന്നും പോകത്തില്ല, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഈ ഇല്ലാ പാട്ട് പാടാതെ നിങ്ങൾ ടൂറിന് പോന്നോ, എനിക്കും പോകണം, ആ സ്ഥലം ഞാൻ പോയിട്ടില്ല, അപ്പോൾ എനിക്കൊന്ന് കാണണം, പക്ഷേ എന്ത് ചെയ്യാനാ, നോക്കട്ടെ, എന്തെങ്കിലും എൻ്റെ അടുത്ത് കാശില്ല എന്നങ്ങനെ പറയരുത്, നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി വരും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും, ഞാനും ചേരും നിങ്ങളുടെ കൂടെ, ജോയിൻ ചെയ്യും നിങ്ങളുടെ ട്രിപ്പിൽ എന്ന് നിങ്ങൾ വിചാരിച്ച് ആഗ്രഹിച്ചാൽ മതി. അത് ഡീപ്പായിട്ട് ആഗ്രഹിച്ചാൽ ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾക്ക് കാശ് വന്നിരിക്കും. അതൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓക്കെ, സോ വെൽത്തിൻ്റെ ഫീലിംഗ്, വെൽത്ത് കോൺഷ്യസ്നെസ് വേണം. ദാരിദ്ര്യം പറയാൻ പാടില്ല എപ്പോഴും. ചിലർ ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയും, അതും തെറ്റ്. ചിലർ ഉള്ളവരും ഇല്ല എന്ന് പറയും, അത് അതിനേക്കാട്ടിലും തെറ്റ്. ഓക്കെ, സോ നമ്മൾ വാക്കുകളെ വളരെ
സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം നമ്മളുടെ ഉപബോധ മനസ്സ് ഒരു ബാങ്കിൻ്റെ കൂട്ടാണ്. യൂണിവേഴ്സൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. സാധാരണ ബാങ്കല്ല, യൂണിവേഴ്സൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം യൂണിവേഴ്സിൽ നിന്ന് ഇതിന് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾ അതിനകത്ത് ഇടുന്ന ഡെപ്പോസിറ്റിനെ ഭയങ്കരമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പെരുക്കി തരും. ഓക്കെ. കുറച്ച് പൈസ അതിനകത്ത് ഇട്ടാൽ മതി. ഇതിനകത്ത് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് കുറച്ച് നല്ല പൈസ വേണം, നല്ല ജീവിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം വേണം ആദ്യം. പിന്നെ അതിനൊരു പ്ലാനിങ് വേണം, പിന്നെ അതിനു വേണ്ടി ശ്രമിക്കണം. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പം യൂണിവേഴ്സ്, പ്രപഞ്ചം തന്നെത്താനെ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യും. അതിന് സംബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ പോയി കാണും, നമുക്ക് ചാൻസസ് നമ്മളെ തേടി വരും. അതിനെ എത്ര ദൂരം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണോ അതിനേറ്റ പോലെ ആയിരിക്കും നമ്മളുടെ ജീവിതം ഉയരുന്നത്. ഓക്കെ. ഇപ്പം വൈ യുവർ അഫർമേഷൻസ് ഫെയിൽ, വെൽത്തിനുള്ള അഫർമേഷൻസ് എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല? അതായത് ഐ എം എ മില്യനർ, ഐ എം എ ക്രോർപതി, ഐ എം എ ലാക്കിയർ എന്നൊക്കെ ഇരുന്നാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ലക്ഷങ്ങൾ കിട്ടുന്നില്ല, എന്തുകൊണ്ട് കോടികൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കേ ഒരു ബോധ്യമില്ല. അവർക്ക് ഐ എം എ മില്യനർ എന്ന് പറയുന്നു, ഐ എം എ മില്യനർ, ഐ എം ഹെൽത്തി എന്ന് പറയുന്നില്ല. അതുപോലെ ഐ എം വെൽത്തി എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനാ ഈ കള്ളം പറയുന്നത്, എൻ്റെ അടുത്ത് എവിടുന്ന് വെൽത്തുണ്ട്? വെൽത്തേ ഇല്ലല്ലോ. അപ്പം എന്നെ ഞാൻ കളിപ്പിക്കുമല്ലയോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് അവരുടെ മനസ്സിൽ. എന്നെ കള്ളം പറയുന്നത് എന്തിനാ, എൻ്റെ അടുത്ത് കള്ളം പറയുവാണല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവർ ഇല്ലാ പാട്ടും പാടിക്കൊണ്ട് തന്നെ കാലം പോരാൻ ജീവിക്കണം. ഇപ്പം ഒരാൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ജോസഫ് മർബയുടെ അടുത്ത് പറഞ്ഞെന്ന്, ഐ എം പ്രോസ്പറസ്, ഞാൻ പ്രോസ്പറസ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എനിക്കുണ്ട്, ഐ എം പ്രോസ്പറസ് എന്ന് പറഞ്ഞു. എന്താ, ഞാൻ ടയേർഡാവുന്നവരെ ഇത് പറഞ്ഞുകൊണ്ട് നടന്നു, പക്ഷേ ഒന്നും നടന്നില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം അത് കൂടുതൽ കടത്തിലോട്ട് എന്നെക്കൊണ്ട് വിട്ടു എന്നല്ലാതെ 5 പൈസ എനിക്ക് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട്, ഈ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞുകൊണ്ട് എനിക്ക് നടന്നില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം അതിന് വേറൊരു കാര്യവും അങ്ങേര് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുമ്പോഴേ എൻ്റെ ഇന്നർ വോയിസ് പറയുന്നുണ്ട്, നീ പറയുന്നത് കള്ളവല്ലിയോടാ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, നീ പിന്നെ ക്രോർപതിയും കോടീശ്വരനും ലാക്കിയറും ലക്ഷാധിപതിയും എന്നൊക്കെ നീ എന്തിനാ കള്ളം വിളിച്ചു പോയി പറയുന്നേ എന്ന് അവൻ്റെ മനസ്സ് തന്നെ അവനെ ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ടാണ് അവന് ഇത്രയും ദിവസമായിട്ടും ഒരു എഴുന്നേറ്റമില്ലാത്തത്. എന്താണെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഐ എം എ മില്യനർ എന്ന് പറയുമ്പം അവനതിൽ വിശ്വസിക്കണം. അവൻ മില്യനർ ഓൾറെഡി ആയി എന്നുള്ള ഒരു തോന്നൽ വരണം. അതാ മില്യനർ മൈൻഡ് സെറ്റ്, ആ പ്രോസ്പറസ് മൈൻഡ് സെറ്റ്, മില്യനർ മൈൻഡ് സെറ്റ് വേണം. അപ്പോഴേ അവന് നേരെ ആവാൻ ഒക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ആ ഫീലിംഗ്, അതാണ് മില്യനർ മൈൻഡ് സെറ്റ്. നല്ല കാശുള്ള പോലെ ഒരു ഫീലിംഗ് അവനുണ്ടെങ്കിലേ കാശ് അവനെ തേടി വരത്തുള്ളൂ, അവന് കാശിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം പല ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷേ അതിൽ ഏത് മൂത്തിരിക്കുന്നോ ആ ഐഡിയ ആയിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് എടുത്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഐ എം എ മില്യനർ എന്ന് വായി കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മില്യനർ അല്ല, ഞാൻ പോപ്പറാണ്, എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ ഏത് ഡോമിനൻ്റായിട്ട്, ഏത് പ്രൊജക്റ്റഡായിട്ടിരിക്കുന്നോ
ആ ഐഡിയ ആയിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് എടുത്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉറച്ച ഒരു വിചാരം, ഞാൻ പോപ്പറാണ്, 5 പൈസ എനിക്ക് എടുക്കാനില്ല എന്നുള്ള തോന്നലാണ് അവന്. വെറുതെയാണ് ഐ എം എ മില്യനർ 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 എന്ന് വെളിയിൽ പറയുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് ഉറച്ച തീരുമാനമാണ്, അവന് മില്യനറും അല്ല, അവൻ കള്ളം പറയുവാണ്, അവൻ മില്യനർ ആവാനും പോകുന്നില്ല എന്ന് അവന് ഉറച്ച ഒരു തീരുമാനമുണ്ട്. അങ്ങനെ ഉള്ളപ്പം അവൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ രീതിക്കേ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ മാനസികമായിട്ട് അവന് ഇപ്പോൾ 2 ഇതിലാണ്. മനസ്സിൽ മില്യനർ ആവണമെന്ന് ഒരാഗ്രഹം എവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ബുക്കൊക്കെ പഠിച്ച് ഈ മെത്തേഡൊക്കെ അറിഞ്ഞപ്പം ഐ എം എ മില്യനർ എന്ന് പറയുന്നു. അതേസമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ മില്യനർ അല്ല എന്നുള്ളതും അറിയുന്നു. ഇതിൻ്റെ അർത്ഥമാണ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എതിരെതിരായിട്ടുള്ള ഐഡിയാസ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒന്ന് പറയുന്നു, വേറൊരു കുറച്ച് കഴിയുമ്പോഴേ അവൻ്റെ ഉള്ളിലുള്ള ശബ്ദം പറയുന്നത് നീ മില്യനർ അല്ലടാ, നീ ഒന്നിനും കൊള്ളരുതാത്തവൻ, നിനക്ക് 5 പൈസ ഇല്ല എന്ന്. അപ്പോൾ ഈ 2 സംസാരവും ഒരാളിൻ്റെ ബുദ്ധിയിലാണ് നടക്കുന്നത്. അപ്പം അതിനകത്ത് ക്ലാഷ് വരും. ഈ ക്ലാഷിൻ്റെ പേരാണ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 പേരുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. എ ഒന്ന് പറയുന്നു, ബി ഒന്ന് പറയുന്നു. എ ഒന്ന് പറയുന്നു, ബി അതിന് ഓപ്പോസിറ്റായിട്ട്, വിരുദ്ധമായിട്ട്, കംപ്ലീറ്റ്ലി വിരുദ്ധമായിട്ട് പറയുന്നു. അപ്പം കോൺഫ്ലിക്റ്റ്. അതുപോലെയാണ് ഇവൻ്റെ മനസ്സിൽ. ഓക്കെ, സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതിനാണ് പറയുന്നത്, നമ്മൾ ഉറച്ച് വിശ്വസിക്കണം, ഞാൻ മില്യനർ തന്നെയാണ്. അപ്പം നമുക്ക് മില്യനറാകാനുള്ള എല്ലാ സാധ്യതകൂറുകളും ഉണ്ടാകും. ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്, ക്ലാഷ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാഷിനെ എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ഓത്തർ തന്നെ ഒരു വഴി നമുക്ക് പറഞ്ഞു തരുന്നു. കേട്ടോളൂ. ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ് ഐ ആം ബീയിങ് പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ ഇൻട്രസ്റ്റ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നിനും ഖേദമില്ലാത്ത ഒരു വാക്കാണ് ഇത്. ഓക്കെ, ഒരു വാക്യം, ഒരു സെൻറ്റൻസ്. ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ്, രായും പകലും. ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ് ഐ ആം ബീയിങ് പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ ഇൻട്രസ്റ്റ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും എന്തുവാ, പണം വന്ന് ചേരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഏറ്റ പോലെ പണം വന്ന് ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ് ഐ എം ബീയിങ് പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ ഇൻട്രസ്റ്റ്. ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടോ, കാർ വാങ്ങിക്കണമെന്നുണ്ടോ, അത് നമ്മുടെ ഇൻട്രസ്റ്റ്. അത് ഡേ ആൻഡ് നൈറ്റ് നമ്മളുടെ ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പം തന്നെത്താനെ അതിൻ്റെ പ്രോസ്പെറിറ്റി, അതിൻ്റെ ലക്ഷ്യം നിറവേറാനുള്ള പല സാധ്യകൂറുകളും നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്തു തരും എന്നാണ് പറയുന്നത്. അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ മില്യനറാണോ ഇല്ലയോ, ലക്ഷാധിപതിയാണോ കോടീശ്വരനാണോ, അത് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അഫർമേഷനും വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ മതി. ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ് ഐ ആം പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ ഇൻട്രസ്റ്റ്. ഇത് നമുക്ക് കുറച്ച് നാൾ പറയണം. ഓക്കെ, സോ ദിസ് അഫർമേഷൻ വിൽ നോട്ട് അറൗസ് എനി കോൺഫ്ലിക്റ്റ്. ആർഗ്യുമെൻ്റ് ഇല്ല, നമ്മളുടെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ഇല്ല. അപ്പം നമുക്ക് നല്ലത് നടക്കും. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളും നല്ല രീതിയിൽ അന്തസ്സായിട്ട്, ഇപ്പോൾ അന്തസ്സിന് കുറവൊന്നും ഉണ്ട് എന്നല്ല പറയുന്നത്, ഇനിയും നല്ല രീതിയിൽ ജീവിക്കണം. നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിലേ നമ്മളും നല്ലതായിരിക്കും, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സും നല്ലതായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് ദാനം ചെയ്യാൻ പറ്റണം, ആ മനസ്സ് വേണം. ഓക്കെ, കാശ് കൂടുതൽ നമ്മളുടെ അടുത്ത് വരുമ്പം കൂടുതൽ ദാനം ചെയ്യണം. ദാനധർമ്മം ചെയ്യുന്നതിലാണ് നമുക്ക് പുണ്യം. നമ്മൾ മരിക്കുമ്പം വേറെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. നമ്മൾ ചെയ്ത പാവപുണ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. സോ ഇപ്പം
ഇപ്പോൾ ഒരുത്തൻ്റെ കൈ ഒരു 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 ട്രെയിനിൽ ഒരാൾ പോന്നു, ഒരു ഭിക്ഷകാരൻ വരുന്നു, അവന് 5 രൂപ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഇവൻ്റെ കയ്യിലേ ഇല്ല. പിന്നെ ഇവനെങ്ങനെ കൊടുക്കും? അവന് നല്ല മനസ്സുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവന് 5 രൂപ കൊടുത്തിരുന്നേനെ. 5 രൂപ കൊടുക്കുമ്പോൾ ഇവന് തന്നെ അത് 10 രൂപയായിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ ആ 5 രൂപ കൊടുത്തത് ഒരു പുണ്യ കാര്യമാണ്. അപ്പോൾ അവൻ്റെ പുണ്യ കണക്കിൽ അത് ചേരും. നാളെ ആ പുണ്യ കണക്ക് അടുത്ത ജന്മത്തിലേക്ക് അവനെയും നന്നാക്കും, അവൻ്റെ സന്തതികളെയും നന്നാക്കും. ഓക്കെ, സോ എല്ലാത്തിനും പണം വേണം. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യണം, യൂണിവേഴ്സിൽ നിന്ന് അട്രാക്റ്റ് ചെയ്ത് എടുക്കണമെന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാം നന്നായി വരും.